അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള കനത്ത തിരിച്ചടി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് ഇപ്പോൾ നേരിടേണ്ടി വരികയാണ്. ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഇറാൻ മുന്നോട്ട് വച്ച കണ്ടീഷൻസ് അമേരിക്ക അംഗീകരിക്കേണ്ടി വരുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കഴിഞ്ഞ ദിവസം US മാധ്യമത്തോട് സംസാരിക്കവേ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ നിയന്ത്രിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ആരാണ് ഈ ഞങ്ങൾ? ഞാൻ നിയന്ത്രിക്കും, ഞാനും ഇറാനും നിയന്ത്രിക്കും. അപ്പോൾ മാധ്യമപ്രവർത്തകൻ വീണ്ടും ചോദിച്ചു, ഇറാൻ എന്ന് പറയുമ്പോൾ ഞാനും ആയത്തുള്ള, അതിപ്പോൾ ഏത് ആയത്തുള്ള ആണെങ്കിലും ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ ഹോർമുസ് കടലിടുക്കിനി നിയന്ത്രിക്കാൻ പോകുന്നത്. ഇത് സംബന്ധിക്കുന്ന ചർച്ചകളൊക്കെ നമ്മൾ ഇറാനുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ട്രംപ് പറയുകയാണേ. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇറാൻ ഒഫീഷ്യലായിട്ട് ഈ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുമെന്ന് പറയുന്ന പ്രസിഡന്റ് ട്രംപിന്റെ വാദത്തിനെ തള്ളിപ്പറയുക മാത്രമല്ല, ഒരു ചർച്ചകളും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായിട്ട് നടക്കുന്നില്ല എന്ന് തുറന്നടിച്ചു കളഞ്ഞു. അമേരിക്ക ഉണ്ടല്ലോ, നാണം കെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോവും. അതിന് മേളിൽ വല്ല വാക്കുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം. അമ്മാതിരി ഒരു അവസ്ഥയിൽ ചീഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ. ശരിക്കും അമേരിക്കയുടെ ഗതികേട് ആലോചിച്ച് നോക്കണം. അനാവശ്യമായിട്ട് പോയി ഇറാനോട് യുദ്ധം ചെയ്ത് ഇപ്പോൾ മാനക്കേട് ഉണ്ടാവുകയാണ്, നാണം കെടുകയാണ്. പ്രസിഡന്റ് ട്രംപിന്റെ വാദങ്ങളെ തള്ളിപ്പറയുക മാത്രമല്ല, വിവിധ രാജ്യങ്ങളിലുള്ള ഇറാന്റെ എംബസികളുണ്ടല്ലോ, ഈ എംബസികളിലെ ഒഫീഷ്യൽ പേജുകൾ, സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ചില പോസ്റ്റുകൾ, കാർട്ടൂണുകളൊക്കെ വരുന്നുണ്ട്. അതിൽ ഒരു കാർട്ടൂൺ എന്ന് പറയുന്നത് ഒരു കാറിനകത്ത് ഒരു ഒറിജിനൽ സ്റ്റിയറിംഗും ഉണ്ട്, തൊട്ടപ്പുറത്തായിട്ട് ഒരു ടോയ് സ്റ്റിയറിംഗും ഉണ്ട്. ആ ടോയ് സ്റ്റിയറിംഗ് അമേരിക്കയ്ക്ക് വേണ്ടി ഇറാൻ വെച്ചതാണ്. ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നത് ഇറാൻ തന്നെയായിരിക്കും, ഒറിജിനൽ സ്റ്റിയറിംഗ് ഇറാന്റെ കയ്യിലായിരിക്കും. അമേരിക്ക നിയന്ത്രിക്കുമെന്നൊക്കെ അവർക്ക് തോന്നും, അവരുടെ കയ്യിലിരിക്കുന്നത് വെറും കളിപ്പാട്ടമാണ് എന്ന് വരെ ട്രോളുകയാണ് ശരിക്കും ഇറാൻ ഇപ്പോൾ. മാത്രമല്ല, ഇറാൻ ചില വീഡിയോകളൊക്കെ പുറത്തുവിടുന്നുണ്ട്, കാർട്ടൂൺ വീഡിയോകൾ. അതിനകത്ത് അമേരിക്കയെ എങ്ങനെയാണ് ഹോർമുസ് കടലിടുക്കിന്റെ ഭാഗത്ത് ഇറാൻ നേരിടുന്നത്, അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ആദ്യ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ പിന്മാറുന്നതും, വീണ്ടും വരാൻ ശ്രമിച്ചപ്പോൾ ഇറാന്റെ ആക്രമണങ്ങൾ വിമാനവാഹിനി കപ്പലുകളിൽ കൃത്യമായി പതിക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് അമേരിക്കയെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന രീതിയിൽ, അപമാനിച്ചു വിടുന്ന രീതിയിലുള്ള വീഡിയോകൾ, പോസ്റ്റുകൾ, ട്വീറ്റുകളൊക്കെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ വാഷിംഗ്ടണുമായിട്ട് ഇറാൻ ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ തള്ളിക്കളയുക മാത്രമല്ല, അവരുടെ വക്താവ് ഇതിനെ പരിഹസിച്ചുകൊണ്ടാണ് ശരിക്കും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചർച്ച നടത്തുന്നത് അവരോട് തന്നെയാണ്, സ്വയം അവരോട് തന്നെയാണ് ചർച്ച നടത്തുന്നത് എന്നാണ് ഇറാന്റെ വക്താവ് പരിഹസിച്ചത്. അതായത് ഇറാനുമായിട്ട് ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്കയുടെ തന്ത്രപരമായ പരാജയത്തെ ഒരു നയതന്ത്ര മുന്നേറ്റമായി ചിത്രീകരിക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത് എന്നാണ് ഇറാന്റെ കുറ്റപ്പെടുത്തൽ. ഇത്തരം മാധ്യമ പ്രചാരണങ്ങളിൽ ഇറാൻ വീഴില്ല എന്നും വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ സായുധ സേനയുടെ കരുത്തിനെ ആശ്രയിച്ചായിരിക്കും മേഖലയിലെ സ്ഥിരതയെന്ന് മുന്നറിയിപ്പ് നൽകിയ അദ്ദേഹം ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതുവരെ ഊർജ വിപണി അസ്ഥിരമായി തുടരുമെന്ന് കൂട്ടിച്ചേർത്തു. അമേരിക്കയുമായോ ഇസ്രയേലുമായോ ഇറാനിയൻ സൈന്യം യാതൊരു കരാറിലും ഏർപ്പെടില്ല എന്നാണ് വക്താവ് ആവർത്തിച്ചു പറയുന്നത്. ഏത് സാഹചര്യത്തിലും ഈ നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും US സൈനിക മേധാവിത്വം മൂലം യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടതിനെയാണ് ഈ വിധത്തിൽ പരിഹസിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിച്ചത്. യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ല എന്ന് ടെഹ്റാൻ പറഞ്ഞതോടുകൂടി ട്രംപിന്റെ അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇറാൻ പറയുന്നത് പ്രസിഡന്റ് ട്രംപ് അമേരിക്കയിലെ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്, ഞങ്ങൾ അവരോട് പറയുന്നതാണ് സത്യം എന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കയ്ക്കും പ്രസിഡന്റ് ട്രംപിനും യുദ്ധം നീട്ടിക്കൊണ്ടുപോകാതെ എങ്ങനെയെങ്കിലും തലയൂരിയാ മതി എന്നൊരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു. അതേ സമയത്ത് ഇറാൻ ചില നിബന്ധനകളാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിലൊന്ന്, ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റവും സൈനിക നടപടികളും പൂർണ്ണമായി നിർത്തലാക്കുക എന്നതാണ്. 2, യുദ്ധം മൂലം ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് അമേരിക്കയും ഇസ്രയേലും സാമ്പത്തിക നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ്. 3, ഭാവിയിൽ ഇറാന് നേരെ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ഇതിനു പുറമെ പശ്ചിമേഷ്യയിലെ എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും അടച്ചുപൂട്ടണം എന്ന നിർദ്ദേശങ്ങളും ഇറാനുണ്ട്. ഇതും ഇറാൻ ഒരു ആവശ്യമായിട്ട് ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം
പൂർണ്ണമായിട്ടും ഇറാന്റേതാണെന്ന് അമേരിക്കയും ലോകവും അംഗീകരിക്കണം എന്നുള്ള ഒരു നിബന്ധനയും ഇറാനുണ്ട്. ഇറാന് മേലുള്ള എല്ലാ സാമ്പത്തിക നയതന്ത്ര ഉപരോധങ്ങളും പിൻവലിക്കണം എന്നുള്ളതാണ് ഇറാന്റെ മറ്റൊരു ആവശ്യം. കൂടാതെ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പരിപാടികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു വ്യവസ്ഥയും അംഗീകരിക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ മേഖലയിലെ മറ്റ് സംഘർഷങ്ങൾക്കും ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇറാൻ പറയുന്നത്. ഉദാഹരണത്തിന് ഗാസയിലും ലെബനനിലും അടക്കം നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെയും വ്യക്തികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന ഒരു ആവശ്യം കൂടി ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കാൻ അമേരിക്ക മുതിർന്നാൽ മേഖലയിലെ എല്ലാ അമേരിക്കൻ ഇസ്രായേൽ താവളങ്ങളെയും തിരിച്ചാക്രമിക്കുമെന്നും ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കുമെന്നുമാണ് ഇറാന്റെ സൈനിക വിഭാഗം വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ കേവലം ഒരു വെടിനിർത്തലിന് പകരം തങ്ങളുടെ സൈനിക കരുത്തും പ്രാദേശിക സ്വാധീനവും അംഗീകരിക്കുന്ന ഒരു കരാർ ഉണ്ടാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. നേരത്തെ ഇറാൻ ഒരു ശക്തമായൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ആയത്തുള്ളയുടെ നേതൃത്വത്തിൽ. ഇന്ന് ഇറാന്റെ പ്രധാനപ്പെട്ട പല വ്യക്തികളും ജീവനോടെ ഇല്ല. അവരുടെ സുപ്രീം ലീഡർ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ പകരം അധികാരമേറ്റു എന്ന് പറയപ്പെടുന്നു. എങ്കിലും സുപ്രീം ലീഡർ മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിരുന്ന പലരും മരണപ്പെട്ടു. സ്വാഭാവികമായിട്ട് ഇറാനിൽ ഇപ്പോൾ ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നത് അമേരിക്കയ്ക്കും മനസ്സിലാവുന്നില്ല. സൈന്യത്തിലെ ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ആയത്തുള്ള അലി ഖമേനിയുടെ മകനാണോ, അതോ പ്രസിഡന്റിന് അതിനും ശക്തമായ പവർ അവിടെ ഇപ്പോഴും ഉണ്ടോ? ഈ കാര്യങ്ങളെക്കുറിച്ച് അമേരിക്കയ്ക്കും ഇസ്രയേലിനും പോലും ധാരണയില്ല. ശരിക്കും നേരത്തെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തെ തകർക്കാൻ ശ്രമിച്ചതിലൂടെ അമേരിക്കയ്ക്ക് ആരോട് ചർച്ച നടത്തണമെന്ന് പോലും അറിയില്ല. നയതന്ത്ര തലത്തിൽ സൈന്യമായിട്ട് ചർച്ച നടത്തണോ, അതോ ഭരണകൂടമായിട്ട് ചർച്ച നടത്തണോ, അല്ലെങ്കിൽ സുപ്രീം ലീഡറുമായിട്ട് ചർച്ച നടത്തണോ, അതല്ലെങ്കിൽ പ്രസിഡന്റിനോട് ചർച്ച നടത്തണോ? ആരോട് ചർച്ച നടത്തിയാൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമെന്നതിനെ കുറിച്ച് അമേരിക്കയ്ക്ക് ഒരു പിടിയുമില്ല. നേരത്തെ പരമോന്നത നേതാവുമായിട്ടോ പ്രസിഡന്റുമായിട്ടോ സംസാരിച്ചാൽ മതി എന്നതായിരുന്നു അവസ്ഥ. ഇപ്പൊ അതൊക്കെ മാറുകയാണ്. ഇവിടെയാണ് ഈ യുദ്ധം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ശരിക്കും അമേരിക്ക കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇനിയും ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് അമേരിക്ക തീർത്തും ദുർബലമാണ്, അമേരിക്കയ്ക്ക് ഒരു സൈനിക ശക്തിയും ഇല്ല എന്നൊന്നും ആരും കരുതുകയും അരുത്. അമേരിക്ക ശക്തമായ ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ എത്ര ശക്തമെന്ന് പറഞ്ഞാലും ഇനിയുള്ള കാലത്ത് അങ്ങനെ പെട്ടെന്ന് പോയി ഒരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനൊന്നും പറ്റില്ല. കാരണം ഇന്ന് എല്ലാ രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് തന്നെയാണ് നിലനിൽക്കുന്നത്. അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ, ട്രംപിന്റെ കാഴ്ചപ്പാടിൽ വലിയ അബദ്ധമുണ്ട്. ഇപ്പോൾ ഈ താരിഫ് ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കം, ചൈനയുടെ മേൽ താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ തിരിച്ച് ചൈനയും താരിഫ് ഏർപ്പെടുത്തി. പകരം ഈ അമേരിക്കയിലേക്കുള്ള റെയർ എർത്ത് മിനറൽസിന്റെ കയറ്റുമതി തടഞ്ഞു വയ്ക്കുകയും ചെയ്തു. അമേരിക്കയുടെ ഫ്യൂസ് ഊരിപ്പോയി. അമേരിക്ക ഉടനെ തന്നെ ചൈനയുമായിട്ടുള്ള നടപടികളിൽ അവരെല്ലാം തന്നെ മരവിപ്പിക്കുകയും താരിഫ് ചുമത്തിയത് മരവിപ്പിക്കുകയും ചെയ്തു. കാരണം അത് സാധ്യമല്ല. പണ്ടത്തെ പോലെ ഏകപക്ഷീയമായിട്ടൊരു രാജ്യത്തിന് ഇന്നത്തെ കാലത്ത് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇറാൻ ഏതെങ്കിലും ഒരു ചെറിയൊരു രാജ്യമൊന്നും അല്ലല്ലോ. ഇറാൻ താരതമ്യേന ശക്തമായൊരു രാജ്യം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനെ പോയി പെട്ടെന്ന് അങ്ങ് തോൽപ്പിച്ച് ഓടിങ്ങ് വന്നേക്കാം എന്ന് കരുതുന്നതൊക്കെ ട്രംപ് വിഡ്ഢിയായതുകൊണ്ട് അയാൾക്ക് തോന്നുന്നതാണ്. ഇല്ലെങ്കിൽ ആണവായുധം ഉപയോഗിക്കേണ്ടി വരും. ശരിയാണ്, അമേരിക്ക ആണവായുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് ചെയ്യാനുള്ള ധൈര്യമൊന്നും തൽക്കാലം അമേരിക്കയ്ക്ക് ഇനിയും ഉണ്ടാവില്ല. അമേരിക്ക ഇനി ആണവായുധമൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. പരമ്പരാഗതമായ യുദ്ധത്തിലാണെങ്കിൽ അമേരിക്കയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഒന്ന്, അമേരിക്ക ഏഷ്യയിലുള്ള ഒരു രാജ്യമല്ല. രണ്ട്, അമേരിക്കയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് നമ്മൾ വലിയ രീതിയിലൊക്കെ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും അതിന് പരിമിതികളുണ്ട്. അമേരിക്കൻ ആയുധങ്ങൾ വളരെ എക്സ്പെൻസീവാണ്. അയക്കുന്ന ഓരോ ബുള്ളറ്റും ഓരോ മിസൈലും വലിയ ചിലവുള്ളവയാണ്. അപ്പോൾ ഒരു വലിയ യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നഷ്ടങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുണ്ടാവും. അതൊക്കെ കൊണ്ട് തന്നെ അമേരിക്ക ആകെ പെട്ടുപോയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ തൊട്ടടുത്തല്ലേ കിടക്കുന്നത്. ഇനിയിപ്പോൾ ഇറാനെ അമേരിക്ക എത്ര ആക്രമിച്ചെന്ന് പറഞ്ഞാലും ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കാനുള്ള ശേഷി അപ്പോഴും ഇറാൻ ഉണ്ടാവും. ഡ്രോണുകളെ ഉപയോഗിച്ചുകൊണ്ടും മിസൈലുകളെ ഉപയോഗിച്ചുകൊണ്ടും റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ ഇറാൻ ആക്രമിക്കാൻ കഴിയും. അപ്പോൾ കൂടുതൽ ഇറാനെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. എണ്ണവില നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. അമേരിക്ക വിചാരിച്ചത് ഈ യുദ്ധം കുറച്ചു ദിവസം ചെയ്യുക, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരു ഭീതി ഉണ്ടാക്കുക, ഇറാനുമായിട്ടൊരു കരാർ ഉണ്ടാക്കുക, അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള കുറേ കരാറുകൾ ഉണ്ടാക്കുക, ആയുധ കച്ചവടങ്ങൾ ഉറപ്പിക്കുക, അതിനുശേഷം അമേരിക്കയിൽ നിന്നുള്ള ഗ്യാസും എണ്ണയും ഒക്കെ വിപണിയിൽ കൂടുതലായിട്ട് എത്തിക്കുക. അങ്ങനെ ഒരു ചെറിയ യുദ്ധം എന്നതായിരുന്നിരിക്കാം ട്രംപിന്റെ മനസ്സിൽ. പക്ഷേ ഇറാൻ അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കും എന്ന് അമേരിക്ക കരുതി കാണില്ല എന്നാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാകുമായിരിക്കാം. അത് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തമാകേണ്ടതാണ്.
നിലവിൽ ഈ യുദ്ധത്തിലെ സംഭവങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അമേരിക്കയെ അപമാനിച്ചു വിടുകയാണ് ഇറാൻ. അമേരിക്കയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടാവുകയാണ്. ട്രംപിന് ഇറാനുമായിട്ട് ചർച്ച നടത്തണം എന്നുണ്ട്, പക്ഷേ ഇറാൻ ഭരണകൂടം അതിന് തയ്യാറാവുന്നില്ല. ഇറാൻ അമേരിക്കയെ ആട്ടി ഓടിക്കുകയാണ്. ഇറാന്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ മാത്രം യുദ്ധം നിർത്തുന്നതിനെക്കുറിച്ചും ചർച്ചയെക്കുറിച്ചുമൊക്കെ ആലോചിക്കാമെന്നാണ് ഇറാൻ പറയുന്നത്. ഈ ഘട്ടത്തിൽ യുദ്ധത്തിൽ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇറാനാണെന്ന് പറയുമ്പോഴും ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഒരു എഡ്ജ് ഉള്ളത് ഇറാന് തന്നെയാണ്. മെയിൻ ആയിട്ടുള്ള അതിന്റെ റീസൺ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലുണ്ട് എന്നത് തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.